നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിലിപ്പെ ലൂയിസിനെ ഫ്ലമിംഗോ പരിശീലക സ്ഥാനത്ത് നിന്ന് സാക്ക് ചെയ്തിരിക്കുന്നു. ഞെട്ടിക്കുന്ന വാർത്തയാണിത്. ഫ്ലമിംഗോയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം 8-0 വിജയം മഡൂറെയ്ഡ എന്ന ക്ലബിനെതിരെ കൊമ്പനാറ്റോ കരിയോക്കയുടെ സെമി ഫൈനലിൽ നേടിയതിനു ശേഷം 8-0 ടീം വിജയിച്ചതിന് പിന്നാലെയാണ് കോച്ചിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. പോയ സീസണിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ കോച്ചാണ്, നമുക്കറിയാമത്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പുറത്താക്കുന്നത്. പക്ഷേ ഈ സീസണിൽ അത്ര മികച്ചൊരു തുടക്കമല്ല ഫ്ലമിംഗോക്ക് ലഭിച്ചത് എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ മത്സരം 8-0 വിജയത്തിന് ശേഷം മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതായത് ഇപ്പം ഈ സീസണിൻ്റെ തുടക്കം അത്ര മികച്ചതല്ല. ഫാൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് ഒരു സംശയവുമില്ല, എൻ്റെ ഏറ്റവും മികച്ച ഈ വർഷങ്ങൾ, എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ച വർഷങ്ങളാണ് ഞാനിവിടെ ചിലവഴിച്ചതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നാലെ ക്ലബ്ബ് അദ്ദേഹത്തെ സാക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കോച്ചായിട്ട് വരുന്നത് നോക്കുക, 2023 അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നത്, കളിക്കാരൻ എന്ന നിലയിൽ നിന്ന് വിരമിക്കുന്നത്. 2024 ഫ്ലമിംഗോയുടെ അണ്ടർ-20 ടീമിൻ്റെ മാനേജറായിട്ട് മാറി. അതിന് ശേഷം അണ്ടർ-20 വേൾഡ് കപ്പ് അദ്ദേഹം 2024 വിജയിക്കുകയുണ്ടായി കോച്ച് എന്ന നിലയിൽ. ദെൻ 2024 ഫ്ലമിംഗോയുടെ സീനിയർ മാനേജറായിട്ട് വരുന്നു. സോ 2024 നവംബറിൽ കോപ്പ ഡു ബ്രസീലിൽ മുത്തമിടുന്നു. 2025 നവംബറിൽ കോപ്പ ലിബർട്ടഡോറസിൽ മുത്തമിടുന്നു. 2025 നവംബറിൽ ബ്രസീലിയറോ സീരിയെ വിജയിക്കുന്നു. 2026 ഇപ്പോൾ അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കോപ്പ ലിബർട്ടഡോറസൊക്കെ നമുക്ക് അറിയാവുന്ന പോലെ യൂറോപ്പിലെ ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് തുല്യമായിട്ടുള്ള ടൂർണമെൻറ്റാണ്. അതൊക്കെ നേടി നിന്ന ഒരു കോച്ചിനെയാണ് ഇപ്പോൾ അവർ സാക്ക് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും ഫിലിപ്പെ ലൂയിസിനെ ഫ്ലമിംഗോ സാക്ക് ചെയ്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.